ശീലിച്ചു പോയി ഞാൻ വൃശ്ചിക പുലരിയെ വ്രതമോടെതിരേൽക്കാൻ. 18 പടിമേലെ അയ്യപ്പ സ്വാമിയെ കണിയായി കണ്ടിടാം, സ്വാമിയെ കണിയായി കണ്ടിടാം. വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജന തിരക്ക്. ഇനി മകരവിളക്ക് വരെ സന്നിധാനം ശരണവിളികളാൽ മുഖരിതമാകും. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള 41 ദിവസമാണ് ശബരിമല തീർത്ഥാടനത്തിനുള്ള വ്രതം അനുഷ്ഠിക്കുന്നത്. തന്ത്രി കണ്ഠർ രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. വെള്ളിയാഴ്ച ഉച്ച മുതൽ അയ്യപ്പനെ തൊഴാൻ ആയിരങ്ങളാണ് മല കയറി വന്നത്. നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുമാണ് ആദ്യം 18ാം പടി ചവിട്ടിയത്. ഇവരുടെ അവരോധനവും വെള്ളിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടന്നു. ധനു 11 നടക്കുന്ന മണ്ഡല പൂജയോടെയാണ് മണ്ഡലകാലത്തിന്റെ പരിസമാപ്തി. ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്കുള്ള ചുവടുവയ്പാണ് വ്രതമെടുക്കലും മലകയറ്റവും. അയ്യപ്പ മുദ്ര രുദ്രാക്ഷമാലയിൽ ധരിച്ച് കറുപ്പുടുത്ത് വ്രതശുദ്ധിയോടെയാണ് ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തു പോന്ന സകല പുണ്യപാപങ്ങളെയും ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് മോക്ഷപ്രാപ്തിക്കായൊരു യാത്ര. അതാണ് ഓരോ അയ്യപ്പന്റെയും ലക്ഷ്യം. ഇത്തവണ 18 മണിക്കൂറാണ് ദർശന സമയം. പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകുന്നേരം 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം. കഴിഞ്ഞ മണ്ഡലകാലത്തും ഉച്ച കഴിഞ്ഞ് നട തുറക്കുന്നത് 1 മണിക്കൂർ നേരത്തെയാക്കിയിരുന്നു. തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. മൈജിവേഴ്സറി, മൈജിക്ക് ജന്മദിനാഘോഷം, നാടിന് ഷോപ്പിംഗ് ആഘോഷം. കേരളം ഇന്നുവരെ കാണാത്ത 19 ഇടിവിട്ട് ഓഫറുകൾ, കൂടാതെ 75% വരെ വിലക്കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ, ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻസ്. മൈജി ആനിവേഴ്സറി സെയിൽ നവംബർ 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.